അപ്പൊ യേശുവിൽ എവിടെയാ ഈ സമൃദ്ധി കാണാൻ പറ്റും? യേശുവിന്റെ സമൃദ്ധി കാണേണ്ടത് നമ്മുടെ യേശുവിന്റെ ആ ജീവിത ശൈലിയിലാണ്. യേശുവിന്റെ സമൃദ്ധിയുടെ ഗ്രാഫ് താഴേന്ന് മേളിലേക്കല്ല, മേളിൽ നിന്ന് താഴേക്ക്. നമ്മുടെ ഉയർച്ചയുടെ ഗ്രാഫ് താഴേന്ന് മേളിലോട്ടാണ്. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. ലോകത്തിന്റെ സിസ്റ്റം താഴേന്ന് മുകളിലോട്ടും, ദൈവത്തിന്റെ സിസ്റ്റം മേളിൽ നിന്ന് താഴേക്കുമാണ്. ദൈവരൂപത്തിലിരിക്കെ എന്ന് പറഞ്ഞാൽ അതിന് മേളിൽ ഒരു പൊസിഷൻ ഇല്ല. സമൃദ്ധിയുടെ ഉത്തംഗ ശൃംഗത്തിലിരിക്കെ, ആശീർവാദത്തിന്റെ ഏറ്റവും ഉന്നത തലത്തിലിരിക്കെ, അതിനപ്പുറത്തൊരു അനുഗ്രഹമില്ല, അഭിവൃദ്ധിയില്ല, മാന്യതയില്ല. ദൈവരൂപത്തിലിരിക്കെ താഴോട്ട് പോരുക. ദൂതനൊന്നും അല്ലായത് പിന്നെ ആരായി? മനുഷ്യനായി, ദാസനായി. മനുഷ്യനാകാൻ തീരുമാനിച്ചെന്ന് മാത്രമല്ല, ദാസനാകാൻ തീരുമാനിച്ചെന്ന് മാത്രമല്ല, പുൽത്തൊട്ടിലിൽ ഒന്ന് കൽപ്പിച്ചാൽ ഏതു കൊട്ടാരവും ഒരുക്കാൻ ശക്തിയുള്ളവൻ സ്വയ തീരുമാനത്തിൽ പുൽത്തൊട്ടിലേക്ക് പോവുക. സൃഷ്ടാവ് തന്നെ ഒരു കേവലം സൃഷ്ടിയുടെ ഉദരത്തിനകത്ത് തന്നെ പരിമിതപ്പെടുത്തുകയാണ്. ഓ, ഹല്ലേലൂയ.